ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ കള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ്. അരി അരച്ച് കള്ളൊക്കെ ഒഴിച്ച് അത് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരപ്പമാണ്. അപ്പോൾ ഇപ്പോൾ കള്ള് കിട്ടാനില്ലാത്ത കാരണം ഞാനത് ഈസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് കള്ളപ്പം ഉണ്ടാക്കുന്നതെന്ന്. ഞാനിപ്പം അപ്പം ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞത് 250 ml ഒരു കപ്പ്. അപ്പോൾ അതിൻ്റെ 2 കപ്പ് കൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഇട്ട് 6 മുതൽ 8 മണിക്കൂർ കുതിർക്കണം. അപ്പം നമുക്കിപ്പോൾ അത് വെള്ളമൊഴിച്ചിടാം. നന്നായിട്ട് വെള്ളമൊഴിച്ച് ഇത് കഴുകിയെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം. എന്നാലേ ഉള്ളൂ ഈ അരിക്കകത്തെ ചെളിയൊക്കെ പോയി കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ ഈ അരി 3-4 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നേരെ വെള്ളമൊഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ കുതിരണം. അപ്പോൾ നമ്മുടെ അരി ഇവിടെ കുതിർത്തുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് അരി കുതിർത്ത് വെച്ചിരുന്നു. നമുക്കിനി അരി അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കത് ഒരു മിക്സിയിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ഇട്ടാണ് ഞാനിന്ന് അരയ്ക്കുന്നത്. അപ്പം നമുക്ക് ഈ മട്ടേരിയുടെ ചോറ് കണ്ടോ, ഇതും കൂടെ നമുക്കിതിനകത്തേക്ക് ഇടാം. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ അരി ഇവിടെ അരച്ചിട്ടുണ്ട്. ഇത് ഞാൻ തരി കൂട്ടി അരയ്ക്കണമെന്ന് പറഞ്ഞത് ഇത് കണ്ടോ, ഇങ്ങനെ സ്പൂണിന് എടുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കയ്യിൽ ശകലം ഒരു പരുപരുപ്പ് പോലെ വേണം. അതാണ് തരി കൂട്ടി അരയ്ക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആ മിക്സിയിലേക്ക് തന്നെ ഇതിനകത്ത് വേണ്ട ചേരുവകൾ, അതായത് തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, ഇത്രയും നമുക്കിത് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിയുവാണ്, അല്ലെങ്കിൽ ഇത് ചതഞ്ഞ് കിട്ടത്തില്ല. ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടുക. നമുക്കിനി ഇത് മിക്സിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ തേങ്ങ നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ജീരകവും കൂടെ ഇതെടുത്ത് ഈ മാവിൻ്റെ നടുക്കോട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇടുന്നത്. മേളിലോട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. നമുക്കിനി ഇത് മൂടി ഇത് പുളിക്കാൻ വേണ്ടി വെക്കണം. പുളിക്കാൻ വേണ്ടി 6 മണിക്കൂർ എങ്കിലും വെക്കണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. പുളിച്ച് കഴിഞ്ഞ് നമുക്ക് കള്ളപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ അരച്ച് വച്ചിരിക്കുന്ന കള്ളപ്പത്തിൻ്റെ മാവ് ഇവിടെ നന്നായിട്ട് പുളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്കിത് ഇനി ഇതിനകത്തേക്ക് ഉപ്പും ഒരല്പം പഞ്ചസാരയും ചേർക്കണം. ഇത് കണ്ടോ, നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കുക. ഞാൻ തേങ്ങയൊക്കെ അരച്ചത് നടുക്കല്ലേ വെച്ചിരുന്നത്. അപ്പോൾ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. കള്ളപ്പം ഉണ്ടാക്കുമ്പം ഇത് പാലപ്പം പോലെ ഒത്തിരി നീണ്ടു പോകരുത് അരയ്ക്കുന്നത്. ഇഡ്ഡലിയുടെ ഒക്കെ കണക്കിന് അത്രേ ആകാവുള്ളൂ. ഇതിങ്ങനെ ഇത്രേ ആകാവുള്ളൂ. ഒത്തിരി നീണ്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീനിച്ചട്ടി വഴി ഒഴുകി നടക്കും. ഇത് ചെറിയ ചെറിയ വട്ടത്തിലുള്ള അപ്പമല്ലേ, അപ്പം ഒത്തിരി നീട്ടാതെ ഇത് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി നമുക്കിതിനകത്തേക്ക് ഉപ്പും ഒരല്പം പഞ്ചസാര കൂടെ ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഉപ്പിട്ടു. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇടാം. ഇപ്പം നന്നായിട്ട്
ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കുന്ന പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കോരിയിടണം. 1/2 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ചെറിയ ചെറിയ വട്ടത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് പരത്തേണ്ട ഒന്നും ആവശ്യമില്ല. അത് തന്നെത്താനെ അത് പരന്നോളും. ഇങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ അപ്പവും ചുട്ടെടുക്കണം. അപ്പം ഞാൻ ആദ്യം ഒഴിച്ചത് കൊണ്ടാണ് ഒരെണ്ണം ഒഴിച്ചത്. ഇല്ലെങ്കിൽ ഈ പാത്രത്തിലൊരു 4 എണ്ണം ഒഴിച്ച് ഉണ്ടാക്കാം. ഞാൻ കാണിക്കാം എങ്ങനെയാണ്. ആദ്യത്തെ ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഉപ്പൊക്കെ ഉണ്ടോ നോക്കണ്ടേ. ഇത് കണ്ട ഇങ്ങനെ കുത്തുകൾ വരും. ചില സ്ഥലങ്ങളിൽ ഇത് മൂടി വെച്ച് ഉണ്ടാക്കും. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൂടി വെക്കാറില്ല. ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഒരു സൈഡ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് മറിച്ചിടാം. ഈ അപ്പം ഞങ്ങളുടെ അവിടെ നമ്മുടെ ക്രിസ്മസിനുണ്ടാക്കും, ഈസ്റ്ററിനുണ്ടാക്കും. പിന്നെ ഞങ്ങളുടെ പള്ളിയിലൊരു നേർച്ചയുണ്ട്. അപ്പം ഇതിൻ്റെ 21 അപ്പം കൊടുക്കണം. നിർബന്ധമില്ല, അങ്ങനെ നേർച്ച നേരുന്നവരുണ്ട്. അപ്പോൾ അന്നേരം പള്ളിയിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഇത് കണ്ട ഈ അപ്പം ഉണ്ടാക്കി വരുമ്പം ഈ ബ്രൗൺ കളർ വരും. ഇതാണ് ഇതിൻ്റെ കളറ്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. ഉപ്പ് ഇല്ലെങ്കിൽ പിന്നെ ഇടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്തതിന് കുഴപ്പം വരത്തില്ല. ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പത്തിന്. ഇന്ന് കറിയുടെ ഒന്നും ആവശ്യമില്ല. ചുമ്മാ തന്നെ ഇങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പം നമുക്കിനി ഉണ്ടാക്കിയേക്കാം. ഈ അപ്പം ആക്ച്വലി ബീഫ് സ്റ്റൂവോ ബീഫ് കറിയൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത്. ഇനിയിപ്പം ഇത് പഞ്ചസാര കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വെറും പഞ്ചസാര മുക്കി അങ്ങനെയും കഴിക്കും. പിന്നെ ബീഫ് ഒന്നും കഴിക്കില്ലാത്തവർക്ക് വെജിറ്റബിൾ സ്റ്റൂ നല്ല ഒരു കോമ്പിനേഷനാണ്. കള്ളപ്പും വെജിറ്റബിൾ സ്റ്റൂവും കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കി കഴിക്കുക. ബട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് ദോശക്കല്ലിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ദോശക്കല്ലിൽ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി എണ്ണയൊന്നും പരട്ടണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും പരട്ടുന്നില്ല. അല്ലെങ്കിൽ നല്ലെണ്ണ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ.